വെൽക്കം ടു ലേൺ മ്യൂറൽസ്. ഒരു മൂർത്തിയുടെ ഫുൾ ഫിഗർ വരയ്ക്കുമ്പോൾ പലതരത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും നമ്മൾ വരയ്ക്കാറുണ്ട്. ഇവയുടെ എല്ലാം പേരുകൾ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ. റെഫറൻസ് ഇമേജായി നമ്മൾ എടുത്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള പനയനാർക്കാവ് ദേവി ക്ഷേത്രത്തിലെ വേണുഗോപാലം എന്ന ചിത്രമാണ്. ബാലഗണപതി എന്ന പുതിയൊരു തീം കൂടി ലേൺ മ്യൂറൽസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഈ വീഡിയോയുടെ അവസാനമുള്ള ചിത്ര പരിചയം എന്ന സെക്ഷൻ കാണാൻ മറക്കരുത്. പനയനാർക്കാവ് ദേവീക്ഷേത്രത്തിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. നമുക്ക് കിരീടത്തിൽ നിന്ന് ആരംഭിക്കാം. പലതരത്തിലുള്ള കിരീടങ്ങൾ ചുമർച്ചിത്രത്തിൽ കാണാറുണ്ട്. കൃഷ്ണന് വരയ്ക്കുന്നത് പീലി തിരുമുടിയാണ്. കെട്ടിവച്ചിരിക്കുന്ന മുടിയിൽ മയിൽപ്പീലി കൊണ്ട് അലങ്കരിച്ചതായി കാണാം. നായകാമണികൾ പല വിധത്തിൽ മനോഹരമായി അടുക്കി വച്ചിരിക്കുന്ന രീതിയിലാണ് കിരീടം വരച്ചിരിക്കുന്നത്. മകരകുണ്ടലമാണ് കൃഷ്ണന് വരയ്ക്കാറുള്ളത്. കുണ്ടലത്തിൻ്റെ കൂടെ മകരത്തെയും ചേർത്ത് വരയ്ക്കുന്നതാണ് മകരകുണ്ടലം. ഇവിടെ പത്രകുണ്ടലവും അതിനോട് ചേർത്ത് മകരത്തെയും വരച്ചിട്ടുണ്ട്. കഴുത്തിൽ കാണുന്ന ആഭരണത്തിൻ്റെ പേരാണ് നിക്ഷം. കുറച്ച് പഴക്കം ചെന്ന ചിത്രങ്ങളിലാണ് ഈ രീതിയിലുള്ള നിക്ഷം കാണാറുള്ളത്. താരതമ്യേന പുതിയ ചിത്രങ്ങളായ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗങ്ങളിൽ വരച്ച ചിത്രങ്ങളിൽ മറ്റൊരു രീതിയിലുള്ള ആഭരണങ്ങളാണ് കാണാനാവുക. കൈകളിൽ 4 തരത്തിലുള്ള ആഭരണങ്ങൾ കാണാനാവും. വിരലുകളിൽ വരച്ചിരിക്കുന്ന ആഭരണമായ മോതിരത്തെ അങ്കുലീയകം എന്നാണ് പറയുന്നത്. കണങ്കയിൽ കാണുന്ന ആഭരണത്തെ കങ്കണം എന്ന് പറയുന്നു. ഈ കാണുന്ന ആഭരണത്തിന് പറയുന്നത് കേയൂരം എന്നാണ്. കങ്കണവും കേയൂരവും രൂപത്തിൽ ഒന്ന് തന്നെയാണെങ്കിലും അത് വരച്ചിരിക്കുന്നത് 2 സ്ഥലങ്ങളിലായപ്പോൾ അവയ്ക്ക് വ്യത്യസ്തമായ പേര് പറയുന്നു. തോളിൽ കാണുന്ന ആഭരണത്തെ തോൾവള എന്നാണ് പറയുന്നത്. തോൾവശത്ത് തുടങ്ങി 2 കൈകളിലൂടെയും താഴോട്ട് നീണ്ടു കിടക്കുന്ന ഈ ആഭരണമാണ് സ്കന്ധമാല. സ്കന്ധമാല ചെമ്പകപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വയറിൽ കാണുന്ന ഈ ആഭരണത്തെ ഉദരബന്ധം എന്നാണ് പറയുന്നത്. മെയിൽ ഡൈറ്റിക്കാണ് ഉദരബന്ധം സാധാരണ കാണാറുള്ളത്. ഫീമെയിൽ ഫിഗേഴ്സിൽ ചണ്ണവീരം എന്നൊരു ആഭരണമാണ് ഈ ഭാഗത്ത് കാണാറുള്ളത്. ഈ കാണുന്നത് ഉപവീതം. പൂണൂലിനെയാണ് ഉപവീതം എന്ന് പറയുന്നത്. മെയിൽ ഡൈറ്റിക്കാണ് സാധാരണ ഉപവീതം വരയ്ക്കാറുള്ളത്. അരക്കെട്ടിൽ കാണുന്ന ഈ ആഭരണമാണ് കടീബന്ധം. അരക്കെട്ടിൽ തുടങ്ങി 2 വശത്തേക്കും കാണുന്ന വസ്ത്രത്തിൻ്റെ ഈ ഭാഗമാണ് കച്ചദാമം. നടുക്കായി വ്യാളിമുഖം കാണാം. വ്യാളിയുടെ വായിൽ നിന്നും വരുന്നതായി വരച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഭാഗമാണ് ഒറ്റനാക്ക്. ഒറ്റനാക്കിൻ്റെ പുറകിലായി കാണുന്നത് മുക്തധാമം. നായകാമണി, മകരം, പത്രകുണ്ടലം, നിക്ഷം, കച്ചദാമം ഇവയുടെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലേൺ മ്യൂറൽസിൻ്റെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാനാകും. മഞ്ഞപ്പെട്ടുടുത്തവനാണ് കൃഷ്ണൻ. വസ്ത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തെ ഊരുധാമം എന്നും ബാക്കി താഴെ വരെ കാണുന്ന ഈ ഒരു ഭാഗത്തെ അന്തരധാമം എന്നും പറയുന്നു. ചില ഡൈറ്റികൾക്കും ബാലരൂപത്തിലുള്ള ഡൈറ്റികൾക്കും അന്തരധാമം മുട്ടുവരെയാണ് വരയ്ക്കാറുള്ളത്. കാലിന് ഇരുവശത്തേക്കും വരച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഭാഗത്തെയാണ് കച്ചബന്ധം എന്ന് പറയുന്നത്. കച്ചബന്ധം മുതൽ താഴോട്ട് കാൽപാദത്തിനടുത്ത് വരെ നീണ്ടു കിടക്കുന്നതാണ് ഉത്തരധാമം. കാലിൽ കാണുന്ന ഈ ആഭരണത്തെ നൂപുരം എന്നാണ് പറയുന്നത്. കൈകളിൽ നമ്മൾ കണ്ട അതേ രൂപത്തിലുള്ള ആഭരണമാണ് ഇതും. നൂപുരത്തിന് ശേഷം കാണുന്ന ആഭരണമാണ് പാദസരം. കാൽവിരലുകളിൽ കൈവിരലുകളിലെ പോലെ അങ്കുലീയകവും കാണാം. കൃഷ്ണന്റെ കഴുത്തിൽ നിന്നും തുടങ്ങി കാൽ വരെ നീണ്ടു നിൽക്കുന്ന ഈ മാലയാണ് വനമാല. പലതരത്തിലുള്ള പൂക്കൾ വരച്ചു ചേർത്തിരിക്കുന്നതാണ് വനമാല. മുടിക്ക് ചുറ്റിനും ഇലഞ്ഞി പൂക്കളും മുടിയിൽ വിവിധ തരത്തിലുള്ള പുഷ്പാലങ്കാരങ്ങളും ഉണ്ട്. നമ്മൾ ഇന്നിവിടെ ഒരു ശൈലിയിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ശൈലിയിലെ വ്യത്യാസമനുസരിച്ച് ആഭരണങ്ങളുടെ രൂപത്തിലും പേരുകളിലും വ്യത്യാസമുണ്ടാവാം. വിവിധ ക്ഷേത്രങ്ങളിലുള്ള ചിത്രങ്ങൾ കണ്ട് അവയുടെ ആഭരണങ്ങളിലും മറ്റുമുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പുരാതന ചുമർ ചിത്രങ്ങളെ ഒന്നുകൂടി അടുത്തറിയാൻ സാധിക്കും.
അതിന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തൃശൂർ പാഞ്ഞാൾ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ വേട്ടയ്ക്കൊരുമകന്റെ ചിത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കണ്ണിൽ കോപവും ചുണ്ടിൽ ചെറുപുഞ്ചിരിയോടും കൂടി സർവൈശ്വര്യദായകനായി വിളങ്ങുന്ന വേട്ടയ്ക്കരന്റെ രൂപം ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. കാട്ടാള വേഷത്തിൽ വേട്ടയ്ക്കരനെ പരീക്ഷിക്കാനെത്തിയ മഹാവിഷ്ണു നൽകിയതാണ് കയ്യിലുള്ള പൊൻചുരിക. ഒരു കൈയിൽ അമ്പും വില്ലും മറുകൈയിൽ ചുരികയും പിടിച്ച് താടിയും മീശയുമുള്ള തേജസ്വിയായ യുവാവായാണ് വേട്ടയ്ക്കരനെ കേരള ചുമർചിത്രങ്ങളിൽ കാണുന്നത്. സ്വർണ്ണ നിറത്തിൽ സർവാഭരണങ്ങൾ അണിഞ്ഞ് പീലിക്കിരീടം ചൂടി വീരാളിപ്പട്ടെടുത്തുള്ള മനോഹരമായ ചിത്രമാണ് പാഞ്ഞാൾ ക്ഷേത്രത്തിലുള്ളത്. ഇനി മറ്റൊരു ചിത്രം കൂടി കാണാം. ഇത് കോഴിക്കോട് പാറയിൽ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള വേട്ടയ്ക്കൊരുമകന്റെ ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും ഒരേ ശൈലിയിൽ വരച്ചിട്ടുള്ളതാണെന്ന്. 19-ാം നൂറ്റാണ്ടിൽ വരച്ചിരിക്കുന്ന ഈ ചിത്രങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ട ആഭരണങ്ങളും വസ്ത്രങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് വരച്ചിരിക്കുന്നത്. ഇതിനെ മറ്റൊരു ശൈലി എന്ന് പറയാം. ട്രഡീഷണൽ കേരള മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം.